ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ അത്ഭുതങ്ങളിലെ ഒരു പുതിയ ഏടുമായി നിങ്ങളെ സമീപിക്കുവാനും അതിനെപ്പറ്റി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമൊരുക്കിയ വലിയ അവസരത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിൻ്റെ ഓരോ അടയാളങ്ങളും ഓരോ അത്ഭുതങ്ങളും കാണുമ്പോൾ അതിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവമാകണമെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അത്ഭുതങ്ങളെയും അനുഭവങ്ങളെയും അംഗീകരിക്കുവാൻ നാം തയ്യാറാകണം. ഈ ചിന്താഗതിയോടെ ഇന്ന് നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുന്ന കർത്താവിൻ്റെ മറ്റൊരു അത്ഭുതം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4 സുവിശേഷങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വേദഭാഗം ധ്യാന ചിന്തയ്ക്കു വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയാകുന്നുവല്ലോ, നേരവും വൈകി, ജനം ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഇവിടെ ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ ജനക്കൂട്ടത്തോട് പുല്ലിന്മേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനുമെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തു. ശിഷ്യന്മാർ ജനത്തിനും കൊടുത്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 12 കുട്ട നിറച്ചെടുത്തു. ഭക്ഷിച്ചവരോ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഗതി പറയുമ്പോൾ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച സംഗതിയും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിശുദ്ധ മത്തായി സുവിശേഷം 15-ാം അധ്യായം 32 മുതൽ 39 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നതും അപ്പം കൊണ്ടുള്ള മീൻ കൊണ്ടുള്ള ആ അത്ഭുതം തന്നെ. പക്ഷേ അതിൽ ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഈ 2 അത്ഭുതങ്ങളും ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ മനസ്സിനെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അത്ഭുതത്തിൽ 5 അപ്പവും 2 മീനും എടുത്ത് 5000 പുരുഷന്മാരടങ്ങുന്ന വലിയ സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നു. 12 കൊട്ട നിറച്ചെടുക്കുന്നു. അപ്പോൾ ഇത് പുരുഷന്മാരുടെ എണ്ണമേ പറയുന്നുള്ളൂ, സ്ത്രീകളുടെ എണ്ണം പറയുന്നില്ല. 2-ാം ഘട്ടത്തിൽ അപ്പം 7 എടുത്തു, കുറേ ചെറുമീൻ എടുക്കുന്നു. പക്ഷേ ശേഷിപ്പ് 7 വട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്നു. ചിലരിതിനെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ആ ശേഷിപ്പ് 2-ാം ഘട്ടത്തിൽ കുറഞ്ഞതിൻ്റെ കാരണം 2ാമത് വട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, 1ാമത് കൊട്ടയുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ ഇതിന് 2നും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. 12 കൊട്ടയും 7 കൊട്ടയും, 12 വട്ടിയും 7 വട്ടിയും. അത് പാരല്ല. പക്ഷേ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരിടത്ത് കൊട്ടയും മറ്റൊരിടത്ത് വട്ടിയുമായി മാറി. അപ്പോൾ ഇന്നത്തെ അത്ഭുത പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 2 ചിന്താഗതികളും ഒന്ന് കോർത്തിണക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. എൻ്റെ ഒരു സംശയം, 5 അപ്പവും 2 മീനും എടുത്ത് 5000 പുരുഷന്മാരും അതിനുപരി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയ സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യമേ പറയുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ സ്ത്രീകളുടെ കാര്യം പറയുന്നില്ല, കുട്ടികളുടെ കാര്യമില്ല. കാരണം യഹൂദ കാഴ്ചപ്പാടിൽ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹമാണ്. ഇന്നത്തെ പോലെ കുടുംബാസൂത്രണം ഒന്നും വന്നിട്ടില്ല. നാം ഒന്ന് നമുക്കൊന്നെന്നും നാം 2 നമുക്ക് 2 ഒന്നും വന്നിട്ടില്ല. കാരണം മക്കളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കടൽ തീരത്തെ മണൽപ്പരപ്പ് പോലെ നിന്റെ തലമുറയായിത്തീരും.
8, 10, 12 കുഞ്ഞുങ്ങളുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം പുരുഷന്മാരെക്കാളും സ്ത്രീകളെക്കാളും കൂടുതലാണ്. അപ്പം നമ്മളുടെ ആ ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും സംശയത്തോടെ എന്നാൽ പ്രാർത്ഥനയോടെ വീക്ഷിച്ചിട്ടുള്ള 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു വലിയ സമൂഹത്തെ തൃപ്തിപ്പെടുത്തിയ കർത്താവ് 12 കൊട്ട നിറച്ചെടുത്തു. എന്നാൽ 2ാം ഘട്ടം വന്നപ്പോൾ അപ്പം 7ആയി, മീൻ കൂടുതലായി. പക്ഷെ ശേഷിപ്പ് 7 വട്ടിയിൽ ഒതുങ്ങിപ്പോയി. ഇതിൻ്റെ വ്യത്യസ്തതയ്ക്കുള്ള കാരണം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ധ്യാനിക്കാനാണ് ഈ സമയം ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ വ്യത്യസ്തതയ്ക്കുള്ള കാരണം? ഒന്നാമതായി, ജനസമൂഹത്തിൻ്റെ തലത്തിലുള്ള വ്യത്യസ്തത. ജനസമൂഹത്തിൻ്റെ തലത്തിലുള്ള വ്യത്യസ്തത, ഡിഫറൻസ് ഇൻ പാർട്ടിസിപ്പൻസ്. നമ്മൾ രണ്ടിലും വായിക്കുന്നുണ്ട്. 1ാമത്തെ ഘട്ടത്തിൽ ഒരു വലിയ സമൂഹം വന്നു, 2ാമത്തെ ഘട്ടത്തിലും മറ്റൊരു സമൂഹം വന്നു. ഈ 2 സമൂഹത്തെ പറ്റിയും വേദപുസ്തകം ഭംഗിയായിട്ട് പഠിച്ചാൽ, വേദപണ്ഡിതന്മാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ചരിത്രം പഠിച്ചാൽ ചില വ്യത്യസ്തതകൾ മനസ്സിലാകും. ആദ്യഘട്ടത്തിൽ കടന്നു വന്നതിൽ ബഹുഭൂരിപക്ഷവും അന്നത്തെ കാലത്തെ സാധാരണക്കാരാണ്. യഹൂദന്മാരുടെ ചരിത്രം പറയുകയാണെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ പല വിഭാഗങ്ങളുണ്ട്. പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, സാധൂക്യരുണ്ട്, എരിവുകാരുണ്ട്, വ്രതസ്ഥരായ എസ്സീന്യരുണ്ട്. ഇങ്ങനൊരു വലിയ വിഭാഗമുണ്ട്. എന്നാൽ ഇവരുടെ എല്ലാം, ഈ സമൂഹത്തിൻ്റെ എല്ലാം കൂടെ എണ്ണം നോക്കിയാൽ ആകെയുള്ള യഹൂദന്മാരുടെ ഒരു 35% പോലും വരത്തില്ല. ബാക്കിയുള്ള ബഹുഭൂരിഭാഷം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ മറ്റൊരു വിഭാഗമുണ്ട്. അഡ്രസ്സില്ലാത്ത, ഒറ്റപ്പെടുത്തിയ, തള്ളപ്പെട്ട വിഭാഗം. അവരെ പറയുന്നത് അംഹാരിസ് എന്നാണ്. മണ്ണിൻ്റെ മക്കൾ, അതായത് യഹൂദന്മാരുടെ ഇടയിലെ ഒറ്റപ്പെട്ടു പോയവർ, ആരും ആശ്രയമില്ലാത്തവർ. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ അവർക്ക് റേഷൻ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, ആധാർ കാർഡില്ല. അങ്ങനെ ഒറ്റപ്പെട്ട വിഭാഗം. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, ജാതി വ്യവസ്ഥകളൊക്കെ പിടികെട്ടി വളർന്ന സമൂഹത്തിലും തള്ളപ്പെട്ട ദളിതന്മാരുണ്ട്. അവർ കൂടുതലായിരുന്നു, അവരുടെ എണ്ണം എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെയും അംഹാരിസ് എന്ന് പറയുന്ന മണ്ണിൻ്റെ മക്കൾ, ഇവരെക്കുറിച്ച് പറയുന്നത് അവർ പാപികൾ, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, ദേശാന്തരികളായ യഹൂദന്മാർ. ഒരംഗീകാരവുമില്ലാതെ, ആരും അംഗീകരിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ യഹൂദന്മാർ. യേശുതമ്പുരാൻ്റെ വചനം കേൾക്കുവാൻ ആദ്യഘട്ടത്തിൽ കൂടുതലായി വന്നത് ഈ തള്ളപ്പെട്ട വിഭാഗമായിരുന്നു. അവരെ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ യേശുതമ്പുരാൻ അവരെ സഹോദരങ്ങളെ എന്ന് അഡ്രസ്സ് ചെയ്തു. അവരപ്പം തിന്നുവാൻ വന്നവരല്ല. അങ്ങനെ ഒരു അത്ഭുതം അതുവരെയും അവർ കർത്താവിൽ നിന്ന് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അവൻ മരുഭൂമിയിലായിരുന്നു. ആ ഏകാന്ത സ്ഥലത്തേക്ക് ആ ജനസമൂഹം ഓടിയെടുക്കുകയായിരുന്നു. നമ്മളും പ്രാർത്ഥനയോടുകൂടി ഓർക്കേണ്ടത്, ദൈവമേ, ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നു, പ്രസംഗകർ ഒരുപാട് കൂടുന്നു. എന്നാൽ പല പ്രസംഗകരും ഉപദേഷ്ടാക്കന്മാരും ഇന്ന് നഗരവീഥികളെപ്പോലും വിജനതയുടെ മാർഗങ്ങളാക്കി മാറ്റുന്നു. എന്നാൽ കർത്താവിൻ്റെ പ്രസംഗം മരുഭൂമിയെപ്പോലും മലർവാടിയാക്കി, ജനപദമാക്കി. അവരവിടേക്ക് അപ്പം പ്രതീക്ഷിച്ചല്ല, മീൻ പ്രതീക്ഷിച്ചല്ല, അവൻ്റെ വചനം കേൾക്കാൻ വേണ്ടി കടന്നു ചെന്നു. അധ്വാനിച്ച് അടിച്ചമർത്തപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞ ജനം കർത്താവിൻ്റെ സന്ദേശം കേട്ട് സന്തോഷിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കണം, അങ്ങനെയുള്ള സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ കർത്താവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ശേഷിപ്പ് എത്ര എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം കൂടുതൽ വേണ്ട, മീൻ കൂടുതൽ വേണ്ട, പക്ഷേ ശേഷിപ്പ് കൂടുതൽ വരും. എന്നാൽ 2ാം ഘട്ടം എത്തിയപ്പോഴത്തേക്ക് അവിടെ സാഹചര്യം വ്യത്യസ്തമായി. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അവിടെ കടന്നു വന്നതിൽ ബഹുഭൂരിപക്ഷവും ഉന്നത സമൂഹത്തിൽപ്പെട്ടവരാ. പരീശന്മാരും ശാസ്ത്രിമാരും സാധൂക്യരുമുണ്ട്. അപ്പത്തിൻ്റെ അത്ഭുതങ്ങൾ കേട്ടറിഞ്ഞു വന്ന സാധാരണക്കാരും കാണും. അവർക്ക് വചനം കേൾക്കുക എന്നുള്ളതല്ല പ്രാധാന്യം, മറിച്ച് അപ്പത്തിൻ്റെ അതിശയം കാണണം, മീനിൻ്റെ രുചി കാണണം. ഇവിടെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം, അങ്ങനെയുള്ള സമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കർത്താവിനെ വാക്കിൽ കൊടുക്കാൻ വന്നവരാ കൂട്ടത്തിലുണ്ട്, അതിശയം മാത്രം പ്രതീക്ഷിച്ചു വന്നവരുണ്ട്. എന്നാൽ അതിശയം പ്രതീക്ഷിക്കാതെ, അവനെ വാക്കിൽ കൊടുക്കാതെ, അവനെ സ്നേഹിച്ച് കടന്നു വന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെല്ലാം അനുഭവമായി പരന്നിറങ്ങുകയായിരുന്നു. എന്നാൽ 2ാമത് വന്ന ഉന്നതന്മാരുടെ ഇടയിൽ അത്ഭുതത്തെക്കാൾ ഉപരി അതിശയ പ്രവൃത്തിക്കു വേണ്ടിയുള്ള, അവനെ നശിപ്പിക്കുവാനുള്ള ഒരു നീക്കവും കാണുവാനുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എന്നെ നിങ്ങളെയും തൃപ്തിപ്പെടുത്താൻ
5 അപ്പം വേണോ 7 അപ്പം വേണോ? 2 മീൻ വേണോ? കുറേ ചെറുമീൻ വേണോ? പ്രിയമുള്ളവരെ, ഭൗതികമായ അപ്പങ്ങളും മീനുകളും ഒന്നും കൂടിയിട്ടും ശേഷിപ്പധികം വരത്തില്ല. ഇന്ന് നമ്മൾ തന്നെ ചിന്തിച്ചോണം, നമ്മളൊക്കെ ഏത് തരത്തിൽപ്പെട്ടവരാ? നമ്മൾ, പ്രിയമുള്ളവരെ, ഓർത്തോണം, നമ്മുടെ ദൈവം വലിയവനാ. താഴെ വീഴുന്ന ഒരു മുടിയിഴയെ പോലും എണ്ണി അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, വലിയവനായ സ്നേഹവാനായൊരു ദൈവമുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥനയോടെ ഓർക്കണം, നമ്മൾ എത്ര അംഹാരിസാണെങ്കിലും, ഒന്നുമില്ലാത്തവരാണെങ്കിലും, തള്ളപ്പെട്ടവരാണെങ്കിലും അതിനൊരു വിലയുണ്ട്. ഞാനൊരു ചിന്ത കേട്ടിട്ടുള്ളത്, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലേ? 2 കാശിന് 5 കുരികിലിനെ വിൽക്കുക എന്ന് പറയുന്നത് ഒരാഴമേറിയ ചിന്തയാണ്. 1 കാശിന് 2 കുരികിൽ, 2 കാശിന് 4 കുരികിൽ. 5ാമത് കിട്ടുന്ന കുരികിൽ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന കുരികിൽ, ആ കുരികിലിന് പോലും വില കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ആ കുരികിൽ മറ്റ് വിലയ്ക്ക് വാങ്ങുന്ന 4 കുരികിലിൻ്റെ മൂല്യമൊന്നും ഉള്ളതായിരിക്കത്തില്ല. അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. അതിനുപോലും വില കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, 5ാം കുരികിലായ നമ്മൾക്ക് ദൈവം തരുന്നൊരു വലിയ വിലയുണ്ട്. അംഹാരിസായി തള്ളപ്പെട്ടവനെ അംഗീകരിച്ച് അവനെ തൃപ്തിയാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും എല്ലാ പശ്ചാത്തലങ്ങൾക്കും അപ്പുറമായി വില നൽകുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് അവനെ സ്തുതിക്കണം, ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മൾ സമ്പാദിക്കുന്ന പാരമ്പര്യങ്ങളും കുടുംബ മഹിമകളും ബാങ്ക് ബാലൻസുകളും FD നിക്ഷേപവും ഒക്കെ വ്യർത്ഥമാണ്. അതുകൊണ്ടൊന്നും നമ്മളുടെ പദവി ഉയരുന്നില്ല. നമ്മളുടെ പദവി ഉയരുന്നത് അംഹാരിസിനെ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ സ്നേഹിത എന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. ആ ദൈവത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. രണ്ടാമതായി, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവത്തിന് 4000 പോഷിപ്പിക്കാൻ 7 അപ്പവും കുറേ ചെറുമീനും എടുക്കേണ്ടി വന്നു. പങ്കാളിത്തത്തിൻ്റെ തരത്തിലുള്ള വ്യത്യസ്തത, ഡിഫറൻസ് ഇൻ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തത്തിൻ്റെ തരത്തിലുള്ള വ്യത്യസ്തത. നമ്മൾ കണ്ടു, ആദ്യഘട്ടത്തിലെ ജനങ്ങൾ ഇതിൻ്റെ ചരിത്രമൊന്നും അറിയാതെ, അത്ഭുതങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കടന്നു വന്ന ഒരു ജനസമൂഹമാണ്. അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ടെൻഷനില്ല, അവൻ്റെ വചനം കേട്ടാൽ മതി. അവരാ ഒരു കഥകൾ കേട്ടിട്ടില്ല, സംഭവം കണ്ടിട്ടില്ല. യേശു തമ്പുരാൻ തൻ്റെ കൈകളിൽ 5 അപ്പം എടുക്കുന്നു, 2 മീൻ എടുക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ കൂടിയിരുന്ന ജനസമൂഹം സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. സ്ലീഹന്മാർ പോലും മടിച്ചു. അവരെ പറഞ്ഞുവിടാനാണ് അവനോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെ ഞങ്ങൾക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കുമെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ കൊടുക്കാൻ പറഞ്ഞവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ എങ്ങനെ കൊടുക്കണമെന്നുള്ളതിൻ്റെ പ്ലാനും പദ്ധതിയും ആ മുഖത്ത് നിന്ന് വായിക്കാമായിരുന്നു. ഇന്ന് നമ്മൾക്ക് സഹോദരങ്ങളെ പലപ്പോഴും പ്രശ്നമിതാ. ചില കാര്യങ്ങളിൽ ഇടപെടുവാൻ, ചില വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ, മനസ്സിൽ തോന്നിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അയ്യോ, എങ്ങനെ സാധിക്കും? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. നമുക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അയ്യോ, ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന നമുക്ക് പ്രശ്നം. അവർക്ക് ഏത് കോഴ്സ് എടുക്കണം, അവരെ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടും, എങ്ങനെ പോയി രക്ഷപ്പെടും? നമ്മൾ ആവശ്യപ്പെട്ടിട്ടോ നമ്മൾ ചിന്തിച്ച രീതിയിലോ അല്ല ദൈവം നമുക്ക് തലമുറകളെ തന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ എങ്ങനെ നടത്തണമെന്ന് നമ്മളെക്കാൾ വലിയ പദ്ധതിയുള്ളത് ദൈവത്തിലാണ്. അവർ മന്ദബുദ്ധികളോ ക്ഷീണിതരോ ആണെങ്കിൽ പോലും അവരെ നയിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ശിഷ്യന്മാരൊരു ഘട്ടത്തിൽ പറഞ്ഞ, കർത്താവേ, 200 പണത്തിന് അപ്പം വാങ്ങിയിട്ടാൽ പോലും ഇവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ ചില ചിന്തഗതികൾ ഇങ്ങനെയാണ്. ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആദ്യം പണം തരണം, പ്രതാപം തരണം, ജോലി തരണം. എന്നിട്ട് ഈ പണമൊക്കെ കൂട്ടിയിട്ടിട്ട് ആ പണത്തിൽ നിന്നെടുത്ത് അപ്പം വാങ്ങണം, തലമുറകളെ നയിക്കണം. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ആ മരുഭൂമിയിൽ കർത്താവ് 200 അല്ല, 5000 പണം കൊടുത്താലും അവരെവിടെ പോയി അപ്പം വാങ്ങും, മീൻ വാങ്ങും? അത്രയും പേർക്ക് കൊടുക്കാനുള്ള അപ്പവും മീനും ഏത് കടയിൽ കിട്ടും? ഏത് സാഹചര്യത്തിൽ കിട്ടും? നിങ്ങളും ഞാനും പ്രാർത്ഥനയോടുകൂടി ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കി കൂട്ടിയിടുന്നതിൽ നിന്ന്, എടുത്തുകൊണ്ട് ജീവിക്കാമെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി അവൻ തരുന്ന ഒരു അനുഭവമുണ്ട്. ചിലപ്പോൾ നമ്മുടെ വഴിത്താരയിൽ ഒരുപാട് വെളിച്ചമൊന്നും കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനുള്ള വെളിച്ചമുണ്ട്. ആ അടുത്ത സ്റ്റെപ്പിൽ ചെല്ലുമ്പോൾ തുടർന്നു പോകാനുള്ള വെളിച്ചവും ദൈവം തരും.
ഇവിടെ ആദ്യഘട്ടത്തിൽ വന്ന ജനം ഏറ്റവും സമർപ്പണത്തോടും പ്രാർത്ഥനയോടും പേടിയോടും കൂടി അവൻ അപ്പവും മീനും എടുത്തപ്പോൾ വലിയ ഭയപാരവശ്യത്തോടു കൂടി കണ്ണുനീരണിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പമില്ല, പക്ഷേ അവരെ പന്തിയായിട്ടിരുത്തി സ്ലീഹന്മാർ തന്നെ ഭയന്നു. ദൈവമേ, ഇത്രയും പേർക്ക് ഞങ്ങൾ എവിടെ നിന്ന് അപ്പം കൊണ്ട് കൊടുക്കും? ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെള്ളത്തിൽ വരച്ച വരപോയായി തീരുമല്ലോ. അവർക്ക് പേടിയുണ്ടായിരുന്നു. എന്നാൽ അവൻ അതിശയം പ്രവർത്തിച്ചു. അവൻ കൊടുത്ത അപ്പങ്ങൾ തൃപ്തിയാക്കി, മീനുകൾ തൃപ്തിയായി. എന്നാൽ രണ്ടാമത്തെ സംഗതി വന്നപ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഇതിൻ്റേതായ കഥകൾ കേട്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കർത്താവ് തൻ്റെ കൈകളിൽ അപ്പം എടുത്തപ്പോൾ തന്നെ ഓരോരുത്തരും അടുത്തിരുന്നവനെ ഞോണ്ടിയെന്നാണ് എൻ്റെ ചിന്ത, ധ്യാനം. ഇപ്പോൾ അപ്പം വരും, ഇപ്പോൾ മീൻ വരും. ഈ കർത്താവ് വർദ്ധിപ്പിച്ച അപ്പത്തെക്കുറിച്ചും മീനെക്കുറിച്ചും പറയുന്നത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തത് യവത്തപ്പമായിരുന്നു. എന്നാൽ വർദ്ധിപ്പിച്ചിട്ട അപ്പത്തെക്കുറിച്ചുള്ള ഗ്രീക്ക് വാക്ക് പറയുന്നത് അതൊരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു യവത്തപ്പമല്ല, ശ്രേഷ്ഠമായ അപ്പമാണ്. യേശു തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുത്ത മീൻ ഒരുപക്ഷെ ഒരു പാവം പിടിച്ച ബാലകൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ മീനാണ്, ഏറ്റവും വില കുറഞ്ഞ മീനാണ്. പക്ഷേ അവൻ വർദ്ധിപ്പിച്ചിട്ടത് ഏറ്റവും മൂല്യമേറിയ രുചിയേറിയ മീനാണ്. ഈ രണ്ട് സമൂഹത്തിലും പങ്കാളിത്തത്തിലൊരു വ്യത്യസ്തമുണ്ട്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു. പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ തലമുറയ്ക്കുണ്ടായിരുന്ന സമർപ്പണം എങ്ങനെയുള്ളതായിരുന്നു? പ്രാർത്ഥിച്ചാൽ ലഭിച്ചു എന്നുള്ള വിശ്വാസമാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല. വേണേ ഞാൻ ഇങ്ങനെയൊന്ന് നോക്കാം. മന്ത്രവാദികളെ കാണും, ശകുനക്കാരെ കാണും, മായാജാലക്കാരെ കാണും, സമ്പന്നന്മാരെയും അധികാരികളെ കാണും. അതിൻ്റെ ഇടയ്ക്ക് തമ്പുരാനെയും ഒന്ന് കാണാമെന്ന് മാത്രമേ നമ്മളിൽ പലരും ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്തത്. ചിലരൊക്കെ എപ്പോഴും പറയാറുണ്ട്, അയ്യോ ഞാൻ ഇവിടെയൊക്കെ പോയി എന്തോ കിട്ടുന്നു. നമുക്കറിയാം, വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചറിയാം, ആഹാരം പാചകം ചെയ്യുമ്പോൾ ചിലപ്പോൾ അരിക്കലം ഒന്ന് നോക്കിയാൽ മതി. അരിക്കലത്തിനകത്ത് വെള്ളമുണ്ട്, അരിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒരു കുറച്ച് എണ്ണിയെടുക്കാവുന്ന കുറച്ച് അരികൾ കട്ട പിടിച്ച് ഒരു പക്ഷേ കലത്തിൻ്റെയൊക്കെ സൈഡിലിരിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പഴയകാലത്തെ മൺകലമാണെങ്കിൽ അത് ഭംഗിയായിട്ട് കാണാം. അതായത് വേകണമെന്നുണ്ടെങ്കിൽ തീ എരിച്ചിട്ടും വെള്ളമുണ്ടായിട്ടും ഒന്നും കാര്യമില്ല. അരി കൃത്യമായിട്ട് കലത്തിൽ വീഴണം. പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസി അതുപോലെ ആയിരിക്കണം. അവൻ്റെ നോമ്പും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ദൈവത്തിൽ നിമഗ്നമാകണം. അല്ലാതെ എനിക്ക് പ്രാർത്ഥനയുണ്ട്, കുടുംബമുണ്ട്, എൻ്റെ കുടുംബത്തിൽ പിതാക്കന്മാരുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും സമയത്ത് വരിക എന്നുള്ളതല്ല. നീ ദൈവത്തെ കണ്ടുകൊണ്ട് പൂർണ്ണമായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ആത്മീകമായ പങ്കാളിത്തം ഏറ്റവും ശ്രേഷ്ഠമാകും. നാം പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണെന്നുള്ളൊരു വിശ്വാസം വേണം. കണ്ണടച്ചിരിക്കുന്ന ബാലിനെ പോലെ ഉറങ്ങുന്ന യാത്ര പോകുന്ന ദൈവത്തോടല്ല. പണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഇന്നും ജീവനോടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തലത്തിലേക്കാണ് ഇത് നമ്മളെ എത്തിക്കേണ്ടത്. ആ ഒരു ആത്മീക പങ്കാളിത്തത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം സ്വർഗത്തിലിരിക്കുകയാണ്, അവിടെ അതിശയങ്ങൾ ചെയ്ത് അത്ഭുതങ്ങളുടെ മടിത്തട്ടിലിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ ഇറങ്ങി വന്ന് കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തെ കാണണം. നമ്മൾ ഏത് ദുരിതത്തിലാണെങ്കിലും അവിടെ അഗ്നിച്ചൂളയിൽ 4ാമനായി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കാണണം. നമ്മൾ നിലം പരിചായി കിടക്കുമ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് കിടക്കുന്ന നമ്മളെക്കാൾ മുറിവേറ്റ ദൈവത്തെ കാണണം. ആ ദൈവത്തെ കാണുമ്പോഴാണ് ആത്മീക ശക്തി പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവന് 4000 പോഷിപ്പിക്കാൻ 7 അപ്പവും കുറേ ചെറുമീനും എടുക്കേണ്ടി വന്നു. അതിൻ്റെ 3ാമത്തെ വ്യത്യസ്തത, കാരണം സംതൃപ്തിയുടെ തലത്തിലുള്ള വ്യത്യസ്തത, ഡിഫറൻസ് ഇൻ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുടെ തലത്തിലുള്ള വ്യത്യസ്തത. ദൈവം 2 തലങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആദ്യഘട്ടത്തിൽ 5000 പുരുഷന്മാരടങ്ങുന്ന സമൂഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം 5 അപ്പവും 2 മീനും അവൻ്റെ കരങ്ങളിൽ എടുത്തു. അപ്പം ഒരുപാട് വന്നു, മീനുകൾ ഒരുപാട് വന്നു. ജനങ്ങൾ ഭക്ഷിച്ചു, തൃപ്തരായി. 2ാമത്തെ ഘട്ടത്തിലും അപ്പവും മീനും എടുത്തു. അവൻ്റെ ദൈവത്വത്തിന് കുറവൊന്നും വന്നില്ല. എന്ന് വെച്ചാൽ 5 അപ്പം കൈകളിലെടുത്തപ്പോൾ അത് 50,000 ആയിട്ടുണ്ടെങ്കിൽ, 2 മീൻ 20,000 30,000 ആയിട്ടുണ്ടെങ്കിൽ അതിനാനുപാതികമായി 2ാം ഘട്ടത്തിലും അപ്പവും മീനും വർദ്ധിച്ചിട്ടുണ്ട്. 7 അപ്പം 70,000 കാണും. കുറേ ചെറുമീൻ അതിനനുസരിച്ച് എണ്ണം പറയാത്ത രീതിയിൽ വർദ്ധിച്ചു കാണും. അപ്പം 2ഇടത്തും ആദ്യത്തെ ഘട്ടത്തിലേക്കാൾ 2ാം ഘട്ടത്തിൽ അപ്പവും മീനും വർദ്ധിച്ചു. എന്നിട്ടും എന്താണ് ശേഷിപ്പിൻ്റെ കുറവ്? ആദ്യഘട്ടത്തിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അപ്പത്തിൻ്റെ മണം, മീനിൻ്റെ രുചി. അവരുടെ കണ്ണുകൾ, ഭൗതിക കണ്ണുകൾ അടഞ്ഞു, ആത്മീക കണ്ണുകൾ തുറന്നു.
ഒരു യോഗി മനസ്സോടെ അവർ ഭക്ഷിച്ചു. സ്ലീഹന്മാർ അപ്പം വിളമ്പിക്കൊടുത്തപ്പോൾ അവർക്ക് ഒത്തിരി ഒന്നും വേണ്ടായിരുന്നു. 1ഉം 2ഉം കൊടുത്തപ്പോൾ തന്നെ മതിയായിരുന്നു. നിറഞ്ഞ മനസ്സുകൊണ്ട്, സൃഷ്ടാവിനോടുള്ള സ്നേഹം കൊണ്ട്, തൃപ്തി കൊണ്ട് മനസ്സ് നിറഞ്ഞു. 2ാം ഘട്ടത്തിലും ശ്ലീഹന്മാർ വിളമ്പി. തൃപ്തിയില്ലായിരുന്നു. ഓസിന് കൊടുത്താൽ ആസിഡ് കുടിക്കുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യ മനസ്സ് മാറി. ആദ്യഘട്ടത്തിൽ 1ഉം 2ഉം കഴിച്ച് ഇപ്പോൾ തൃപ്തിയായെങ്കിൽ രണ്ടാമത് 5ഉം 8ഉം കഴിച്ചാൽ പോലും തൃപ്തിയാകുന്നില്ല. ഭൗതിക സുഖ സാഹചര്യങ്ങളുടെ പിന്നാലെ അവർ യാത്രയായി. സൃഷ്ടാവിനെ കാണാതെ ദൈവം വർദ്ധിപ്പിച്ചിട്ടുള്ള സൃഷ്ടി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അതിലേക്ക് മാത്രം ജനങ്ങളുടെ ശ്രദ്ധ പാളിപ്പോയി. നമ്മൾ നിഷ്കളങ്കമായിട്ട് ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഈ സംതൃപ്തി അല്ലെങ്കിൽ നിറയുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഒരു വീട്ടിൽ 5 പേരുണ്ട്. ചിലപ്പോൾ ആകെയുള്ളത് 15 അപ്പമാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഒരാൾക്ക് 3 എണ്ണം വെച്ച് കഴിക്കാൻ പറ്റും. 3 എണ്ണം കഴിച്ചാലും വയറ് നിറയും. ചിലപ്പോൾ 3 പേരേ ഉള്ളൂ, 15 അപ്പമുണ്ട്. 5 എണ്ണം വെച്ച് കഴിക്കാനുള്ള വയറും ചിലപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലയോ, വിലക്കിക്കുക എന്ന് പറയും. 2 കഴിച്ചാലും 3 കഴിച്ചാലും ചിലപ്പോൾ ഒരു നേർച്ചയുടെ, ഒരു ദാനത്തിൻ്റെ ഒരു അംശം കഴിച്ചാലും നമ്മളുടെ വയറ് നിറയും. ചിലപ്പോൾ എത്ര കഴിച്ചാലും ഒട്ടും നിറയത്തുമില്ല. ഈ നിറവ് ഓരോ വ്യക്തികളെയും ആശ്രയിച്ചിരിക്കുകയാണ്. സമ്പത്താണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഒക്കെ ഈ നിറവാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. പണ്ടത്തെ കാലത്ത് ഒരു വീട്ടിൽ എത്ര പേരാണ് ഉള്ളത്? വലിയ വീടുണ്ടായിരുന്നു, 2ഓ 3ഓ മുറികൾ, അല്ലെങ്കിൽ അടച്ച് കൂട്ടിയ ചെറിയ വെട്ടിക്കെട്ടുകൾ. അതിൻ്റെ അകത്ത് 8ഉം 10ഉം 12ഉം മക്കളാണ് കിടന്നത്. ഇന്ന് വീടുകളിൽ 6ഉം 7ഉം മുറികളുണ്ടെങ്കിലും ഒന്നിനും പോരാ. ഒരു മുറിയിൽ 1ഓ 2ഓ പേരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അതിഥിയെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെയൊക്കെ മനസ്സ് സ്വാർത്ഥപരമായി മാറി, അഹങ്കാരം നിറഞ്ഞതായി മാറി, കാപഠ്യം നിറഞ്ഞതായി മാറി. എൻ്റെ സഹോദരങ്ങളെ, സംതൃപ്തി എന്ന് പറയുന്നത് വലിയ തലമാണ്. ഫോഗി മനസ്സോടുകൂടി ദൈവദാനങ്ങളെ നാം സ്വീകരിച്ചാൽ സംതൃപ്തി ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ യോഗി മനസ്സോടെ ഇതൊത്രയും വേണ്ട, ഇതൊക്കെ അധികമാണെന്നുള്ള ചിന്തയോടുകൂടി ദൈവദാനങ്ങളെ സമീപിച്ചാൽ അത് എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ അധികമാണ്. പ്രിയമുള്ളവർ, ഇതുവരെ കിട്ടിയ ദാനങ്ങൾ തന്നെ ആലോചിച്ചാൽ അത് തന്നെ അധികമാണ്. നന്ദി ചൊല്ലി തീരുവാൻ തക്കവണ്ണം നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീരുവാനേ ജീവിതം പോരാ. സംതൃപ്തി അതാവശ്യമാണ്. എല്ലാറ്റിലും ഒരു സംതൃപ്തി, എല്ലാറ്റിലും ഒരു സമാധാനം, എല്ലാത്തിലും ഒരു സന്തോഷം, അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കണം. എൻ്റെ കർത്താവ് വർദ്ധിപ്പിച്ചിട്ടുള്ള അപ്പത്തേക്കാൾ ഉപരിയായി അവൻ തരുന്ന സമാധാനത്തിൽ, അവൻ തരുന്ന സംതൃപ്തിയിൽ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ തന്നതിലൊക്കെ സന്തോഷമാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. അടുത്തിടയ്ക്ക് എത്ര മരണങ്ങൾ സംഭവിച്ചു. ശതകോടീശ്വരന്മാർ വരെയാ ആത്മഹത്യ ചെയ്യുന്നത്. പണമില്ലാഞ്ഞിട്ടാണോ? ചിലർക്ക് ഒരു മാസം 15,000-10,000 രൂപ മാത്രമേ വരുമാനമുള്ളൂ. ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ചിന്തിക്കും, ദൈവമേ, എനിക്ക് മാസം ഒന്നും വരുമാനമില്ല, 10 രൂപ പോലും കിട്ടുന്നില്ല, പക്ഷേ എന്നിട്ടും നിങ്ങൾ ജീവിച്ചു പോകുന്നു. ചിലർക്ക് 10,000 രൂപയെ വരുമാനമുള്ളൂ, പക്ഷേ വലിയ കടമില്ല. ചിലർക്ക് 5 ലക്ഷവും 10 ലക്ഷവും വരുമാനമുണ്ട്, കോടികൾ വരുമാനമുണ്ട്, പക്ഷേ കടബാധ്യത പിന്നെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ കാരണം? ദൈവം തരുന്ന അല്പത്തിൽ സന്തോഷം കണ്ടെത്തിയാൽ നിനക്കൊരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സാഹചര്യത്തിൽ ലഘുവായും ലളിതമായും ജീവിക്കാൻ സാധിക്കും. 10,000 കൊണ്ടും ജീവിക്കാം, 20,000 കൊണ്ടും ജീവിക്കാം, 5,000 കൊണ്ടും ജീവിക്കാം. അവസാനമായിട്ടൊരു ചിന്ത കൂടി പങ്കുവയ്ക്കുകയാണ്. 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചവന് 4,000 പോഷിപ്പിക്കാൻ അപ്പവും മീനും കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നു. ആധിക്യത്തിൻ്റെ തലത്തിലുള്ള വ്യത്യസ്തത. ആദ്യഘട്ടത്തിൽ ആ വലിയ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തത് 5 അപ്പം 2 മീൻ. എന്നാൽ 2ാം ഘട്ടം എത്തിയപ്പോൾ ജനസമൂഹം കുറവാണെങ്കിലും അവിടേക്ക് കൊടുത്തത് 7 അപ്പവും കുറേ ചെറുമീനും. അവരുടെ കയ്യിലുള്ള പൂർണ്ണ സമർപ്പണമാണ്. പക്ഷെ വർദ്ധിച്ച ഓരോ അപ്പവും, വർദ്ധിച്ച ഓരോ മീനും ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാൾ ഭൗതികതയിലുള്ള വിശ്വാസമാണ്, അടുപ്പമാണ് വർദ്ധിപ്പിച്ചത്. 5 അപ്പം കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചവനാണോ 4,000 പോഷിപ്പിക്കാൻ 7 അപ്പം കൊണ്ട് സാധിക്കാത്തത്? അവിടെ വർദ്ധിച്ച അപ്പവും വർദ്ധിച്ച മീനും ഓരോ തടസ്സങ്ങളാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം സമ്പത്തും പ്രതാപവും ഒക്കെ തന്നിട്ടുണ്ട്. ഓലപ്പരെ കിടന്നപ്പോൾ
ചാണകം മെഴുകിയ തറയിൽ കിടന്നപ്പോൾ, സിമൻ്റ് തറയിൽ ഇരുന്നപ്പോൾ, പരുക്കിനിട്ട തറയിൽ ഇരുന്നപ്പോൾ നമ്മളുടെ പൂർവികന്മാർ 3-4 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മളുടെ വീടുകൾ ടൈൽസ് ഇട്ടപ്പോൾ, AC വന്നപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന അരമണിക്കൂർ പോലുമില്ല. കുരിശ് വരയ്ക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നെഞ്ചത്ത് ചൊറിഞ്ഞ് 50-60 കുരിശ് വരയ്ക്കും. ഒരു നല്ല കുരിശ് വരയ്ക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിലവിളിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ദൈവം അധികമായി എനിക്കും നിങ്ങൾക്കും തന്ന ഓരോ സാഹചര്യങ്ങളല്ലേ ഇന്ന് നമുക്ക് തടസ്സങ്ങൾ. ഒരു രോഗം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യം കാണത്തില്ല, ഒത്തിരി സന്തോഷമുള്ളവർക്ക്. എന്നാൽ നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്നവർക്ക് ഇതെത്ര പറഞ്ഞാലും കേട്ടാലും മതി വരത്തില്ല. സഹോദര സഹോദരി, ദൈവം എനിക്കും നിങ്ങൾക്കും തന്ന അധികമായ സന്തോഷങ്ങൾ ഒരു തടസ്സമാകരുത്. ദൈവം എന്നെ ശിക്ഷിച്ചെങ്കിലേ ഞാൻ രക്ഷപ്പെടൂ എന്നുള്ള ചിന്തയിലേക്ക് പോകരുത്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച അത്ഭുതം കാണുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു അത്ഭുതം ഈ രാത്രിയിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവത്തോട് മത്സരിക്കുന്നവരാണ്. ദൈവത്തിന് ഒരുപാട് തലത്തിൽ അപ്പം കൊണ്ട് പ്രവർത്തിക്കാമായിരുന്നു, അവൻ ചെയ്തിട്ടില്ല. വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് അവനത് ചെയ്തത്, അതിൻ്റെ അപ്പുറമായിട്ട് അവൻ ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ തമ്പുരാനെ, ആ കൊടുത്ത ബാലകനെ പോലെ ഉള്ള ദാനം നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കണം. നീ അത്ഭുതം പ്രവർത്തിച്ച 5 അപ്പത്തിലെ ഒരപ്പമാകാൻ സാധിക്കണം. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ 5 അപ്പം ചുടുവാൻ ഉപയോഗിച്ച 5 തവി മാവുണ്ട്. ആ 5 തവി മാവിൽ എത്രയോ തരികളുണ്ട്, ലക്ഷക്കണക്കിന് തരികളുണ്ട്. ഈ വാക്ക് കേൾക്കുന്ന കുറേ പേര് ചേർന്നാൽ ഒരുപക്ഷെ 5 അപ്പം ചുടുവാനുള്ള ആ 5 അപ്പത്തിലെ ഒരപ്പത്തിൻ്റെ 1000-ൽ 1 അംശമെങ്കിലും ആകും. ആ സമർപ്പണം മതി പ്രിയമുള്ളവരെ. ആ സമർപ്പണത്തിലൂടെ ലോകത്തെ തൃപ്തിപ്പെടുത്തുവാനും രുചിപ്പിക്കുവാനും നമ്മൾക്ക് സാധിക്കും. അവനേറ്റ 5 തിരുമുറിവുണ്ട്. 5 തിരുമുറിവ് രക്ഷയുടെ കാരണമായെങ്കിൽ 5 അപ്പവും അതിൻ്റെ പ്രതീകമാണ്. 5 അപ്പത്തിലെ ഓരോ തരികളായി നമ്മുടെ കണ്ണുനീരുകളും നിലവിളികളും ആയി തീരട്ടെ എന്ന് നമുക്ക് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കാം. 5 അപ്പത്തിൻ്റെ അനുസ്മരണത്തിലൂടെ, 7 അപ്പത്തിൻ്റെ അനുസ്മരണത്തിലൂടെ ഉത്തേജിതരായി നിരാശകളെ പ്രത്യാശയിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവർക്കും അനുഗ്രഹത്തിൻ്റെതായ വഴിത്താരുകൾ തുറന്നു തരട്ടെ. ഇനിയും നമ്മുടെ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളിലെ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണുന്നതുവരെയും ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. തൻ്റെ വലങ്കരം നീട്ടി ദൈവം എല്ലാ മക്കളെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിച്ച് സംരക്ഷിക്കുമാറാകട്ടെ.